നന്മയുടെ ആളുകൾ പൊതുവെ പരസ്പരം ചേരും, അവരുടെ ഹൃദയം പരസ്പരം ഇണങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഅ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. റൂഹുകൾ, ആത്മാവുകൾ അത് സൈന്യം പോലെയാണ്. അതിൽ യോജിപ്പ് തോന്നുന്നത്, ഇണക്കം തോന്നുന്നത് തമ്മിൽ കൂടിച്ചേരും, ഇണങ്ങും. അകൽച്ച തോന്നുന്നത് തമ്മിൽ പരസ്പരം അകലും. മക്കയിൽ ഒരു തമാശക്കാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു, കുറെ തമാശ പറയുന്ന അങ്ങനെ ഒരു നർമ്മപ്രകൃതമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ മക്കയിൽ നിന്ന് ഹിജറ വന്ന് മദീനയിലെത്തി. അപ്പൊ മദീനയിൽ അവർ പോയി താമസിച്ചത് അവരെ പോലെ മദീനയിൽ തമാശക്കാരിയായ വേറൊരു സ്ത്രീയുടെ വീട്ടിലാണ്. ഇതറിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സദഖ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്. ഇത് ഈ ഹദീസ് പറഞ്ഞു, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ, റൂഹുകൾ അത് സൈന്യം പോലെയാണ്, പരസ്പരം യോജിപ്പുള്ള, ഒരേപോലെയുള്ള, ഒരേ കുപ്പായിട്ട സൈന്യമാണ് ഒരുമിച്ച് ചേരുക. അതുപോലെ ഒരേ സ്വഭാവമുള്ളവർ ഒരുമിച്ച് ചേരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മതവിദ്യാർത്ഥി, ദീൻ പഠിക്കുന്ന ഒരാൾ ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ അവൻ അന്വേഷിക്കുക, ഇവിടെ എവിടെയാണ് പഠിക്കാനുള്ള അവസരമുള്ളത്, എവിടെയാണ് ഇൽമു പഠിപ്പിക്കുന്ന മജ്ലിസുകൾ ഉള്ളത്, പണ്ഡിതന്മാർ എവിടെയാണുള്ളത്, തുല്ലാബ് ഇൽമ എവിടെയാണുള്ളത്, അന്വേഷിച്ച് അവിടെ ചെല്ലും. അതേസമയം ഒരു ഫാസിഖ, വൃത്തികെട്ട ഒരുവൻ, മദ്യപാനവും അതുപോലെ വൃത്തികേടുകളും ഒക്കെ ഉള്ള ഒരുവൻ നാട്ടിലെത്തി, അവൻ എന്തായിരിക്കും അന്വേഷിക്കുക? വലമാക്കളുടെ മജ്ലിസായിരിക്കുമോ? അല്ല, അവനെ പോലെ വൃത്തികേടിന്റെ ആളുകൾ എവിടെയാണ് ഉണ്ടാവുക? വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ നടക്കാൻ സൗകര്യം എവിടെ പോയാലാണ്, ഇതായിരിക്കും അവൻ അന്വേഷിക്കുക. നസ്അലുല്ലാഹൽ ആഫിയ. കാരണം ഒരുവന് യോജിച്ചത് എവിടെയാണോ, യോജിച്ചവരാരാണോ അവരിലേക്കാണ് അവൻ പോയി ചെന്നു ചേരുക. ഇത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്ന, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാവുന്ന കാര്യമാണ്.